ജിമ്മിൽ എക്സസൈസ് ചെയ്യുന്നതിനിടെ മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതല്ല മറ്റെന്തോ ഒരു കാരണമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതല്ലാതെ തന്നെ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഫുട്ബോൾ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ ജോഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ട്രെയിൻ എടുത്തിട്ടുള്ള എക്സസൈസ് ചെയ്യുന്ന സമയത്തോ കുഴഞ്ഞു വീണ് മരണപ്പെടുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ അടുത്ത് നമ്മൾ പലപ്പോഴും കേട്ടുവരുന്ന ഒരു വാർത്തയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒന്നാമത്, എക്സസൈസ് ചെയ്യുന്നവർ വെറുതെ ഇരിക്കുന്നവരെക്കാൾ കൂടുതൽ സൂക്ഷിക്കണം. കാരണം അവരുടെ ശരീരത്തിൽ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്, പല ബ്രേക്ക് ഡൗണുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ശരീരം റിപ്പയർ നടത്തണമെന്നുണ്ടെങ്കിൽ നല്ല ഫുഡുകൾ, നല്ല പോഷകങ്ങൾ ശരീരത്തിലോട്ട് എത്തണം. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമതായി, നിങ്ങളുടെ പാരമ്പര്യത്തിൽ അച്ഛനോ അമ്മക്കോ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനോ ഒക്കെ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ അല്ലെങ്കിൽ സ്ട്രോക്കോ ഹാർട്ട് അറ്റാക്കോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജനറ്റിക്കായി ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത് ഒന്നുമല്ല, നിങ്ങളുടെ ഫുഡും നിങ്ങൾ ചെയ്യുന്ന ഫിസിക്കൽ വർക്കുമാണ് എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഈ എപ്പിജെനറ്റിക്സും ജെനറ്റിക്സും കൂടിയാൽ ചേർന്നാൽ മാത്രമാണ് നിങ്ങളുടെ ശരീരത്തിൽ ആ ഒരു രോഗം പുറത്തോട്ട് കാണിക്കുള്ളൂ. അപ്പൊ ഈ 2 കാര്യങ്ങളൊന്ന് നോക്കാം. മൂന്നാമതായി, നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വാമപ്പ് ചെയ്യുക. എല്ലാവർക്കും മടിയുള്ള ഒരു കാര്യമാണെന്ന് അറിയാം, എന്നാലും വാമപ്പ് ചെയ്ത് ശരീരം ഒന്ന് സെറ്റ് ആയതിനു ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ് എങ്കിലും വാമപ്പ് ചെയ്തതിന് ശേഷം എക്സസൈസിലോട്ട് കിടക്കുക. ഇനി അവസാനമായി, നിങ്ങളുടെ ജിമ്മിൽ ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ ട്രെയിനറോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഗൈഡൻസ് കൂടെ ഒന്ന് പ്രത്യേകം എടുക്കേണ്ടതാണ്. കാരണം ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഫിസിക്കലി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നന്നായി പോഷകങ്ങൾ എന്തൊക്കെ ഫുഡുകളിൽ നിന്നാണ് നല്ല പോഷകങ്ങൾ കിട്ടുക എന്നുള്ളത് ഒന്ന് അറിയുവാനും അത് പാലിക്കുവാനും നിങ്ങൾക്ക് സഹായിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ശരീരം സ്ട്രെയിൻ എടുത്ത് എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജുകൾ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹോൾസം ഫുഡുകൾ, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പോഷകങ്ങളുള്ള നല്ല ഫുഡുകൾ പറഞ്ഞു തരാനൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറ്റീഷ്യനോ ന്യൂട്രീഷനിസ്റ്റോ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും നിങ്ങളത് അറിഞ്ഞിരിക്കേണ്ടതാണ്, ഗൈഡൻസ് വാങ്ങേണ്ടതാണ്.